അന്ന ഭാഗം 28. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഫെലിക്സെ, കഴിഞ്ഞ 2 ദിവസമായി ഗുരുതരാവസ്ഥയിൽ വെള്ളം പോലും ഇറങ്ങാതെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുക എൻ്റെ അച്ഛൻ. പാതി ബോധത്തിലും കണ്ണുകൾ ചെറുതായി തുറന്ന് ചുറ്റിനും വെപ്രാളത്തോടെ ആരെയോ പരതിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോഴും ആ വായിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരേ ഒരു വാക്ക് നിന്റെ പേരാണ് ഫെലിക്സെ. നിന്നോടെന്തോ അച്ഛന് പറയാനുള്ളത് പോലെ. അതാ ഇപ്പോൾ ഈ രാത്രി തന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഒരു നിമിഷം ലോകേഷ് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ ഫെലിക്സ് സങ്കേതത്തോടെ ലോകേഷിൻ്റെ തോളിൽ കൈകളമർത്തി. ICUവിനുള്ളിലെ ബെഡിൽ മയങ്ങിക്കിടക്കുന്ന ദേവനാരായണന്റെ സമീപത്തേക്ക് ലോകേഷിനൊപ്പം ഫെലിക്സ് ചെന്നു നിന്നു. വായുവിൽ തങ്ങി നിൽക്കുന്ന മനം മടുപ്പിക്കുന്ന മരുന്നിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. നീണ്ട കുറേ വയറുകൾ ദേവനാരായണന്റെ ശരീരഭാഗങ്ങളിലും ചൂണ്ടുവിരൽ തുമ്പിലും ഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ കേൾക്കുന്ന ബീപ് ശബ്ദങ്ങൾ നിശബ്ദതകളെ ഭേദിച്ചുകൊണ്ട് ആ മുറിക്കുള്ളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഫെലിക്സിൻ്റെ മനസ്സിലപ്പോഴും ദേവനാരായണൻ തന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നു എന്ന കാര്യത്തിലെ ആശങ്കകളാൽ മൂടപ്പെട്ടിരുന്നു. ഫെലിക്സ് ദേവനാരായണൻ കിടക്കുന്ന കട്ടിലിനൊരു വശത്തായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തളർന്ന തണുത്ത കരങ്ങളിൽ അവൻ്റെ കൈകൾ ചേർത്തു. ആ കരസ്പർശമേകിയ തിരിച്ചറിവ് അയാളെ മയക്കത്തിൽ നിന്നും തഴുകി ഉണർത്തി. ചെറിയ ഞരക്കത്തോടെ തൻ്റെ മിഴികൾ പാതി തുറന്നുകൊണ്ട് അയാൾ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണിൽ നിന്നൊഴുകിയ നീർച്ചാലുകൾ ഇരു കവിളുകളിലേക്കും ഒലിച്ചിറങ്ങി. ലോകേഷ് ആ കാഴ്ച കാണുകെ സങ്കടത്തോടെ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. വേഗത്തിൽ ഉയർന്നു താഴുന്ന ശ്വാസഗതികൾക്കൊപ്പം ദേവനാരായണൻ ഫെലിക്സിനോടെന്തോ പറയാനായി തൻ്റെ നാവുകൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലിരുന്ന ഫെലിക്സിൻ്റെ വിരലുകൾ അയാൾ ശക്തിയായി മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നേരിയ ശബ്ദങ്ങൾ ഞരക്കങ്ങളായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഫെലിക്സിനോട് തന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ കെട്ടഴിക്കുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു ദേവനാരായണന്റെ ഹൃദയം. അവശതയാർന്ന തൻ്റെ നാവിനെ ഉണർത്താൻ വളരെ പ്രയാസപ്പെട്ട അയാൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പ്രധാനപ്പെട്ട വിഷയം ഫെലിക്സിനോട് പറയാനുണ്ടെന്ന കാര്യം അവനും ലോകേഷും ദേവനാരായണന്റെ ചെയ്തികളിൽ നിന്നും മനസ്സിലാക്കി. അവരിലും നേരിയ പരിഭ്രാന്തി ഉണർന്നു. ദേവനാരായണൻ പതിയെ പതിയെ അയാളുടെ നാവുകൾ ചലിപ്പിച്ചു തുടങ്ങി. അന്ന. അയാളുടെ നാവിൽ നിന്നുയർന്നു വന്ന പേര് കേട്ട് ഇരുവരിലും ഞെട്ടലുളവായി. മോനെ, അന്ന. അവള് നിരപരാധിയാണടാ. അവളെ. ഒരു മുരൾച്ചയോടെ അയാൾ പറഞ്ഞു തീർക്കാതെ അബോധാവസ്ഥയിലേക്ക് മറഞ്ഞു. ആ വാക്കുകൾ കേൾക്കെ ഫെലിക്സ് ഒരു വേള നടുക്കത്തോടെ അയാളെ നോക്കി. വേഗത്തിൽ ഉയർന്നു താഴ്ന്ന ശ്വാസഗതികളോടൊപ്പം ദേവനാരായണൻ ഒരുപാട് കഥകൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ട് തൻ്റെ നിർജീവമായ കണ്ണുകൾ അടച്ചു. അയാളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നും അപായ സൂചനയുടെ ബീപ് ശബ്ദം ഉയർന്നു വന്നു. പെട്ടെന്ന് അവിടേക്കെത്തിയ ഡോക്ടർ ഇരുവരോടും പുറത്തേക്ക് പോകാൻ നിർദ്ദേശം നൽകി. ദേവനാരായണൻ അന്നയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ലോകേഷിൽ പുതിയ അറിവായിരുന്നു. അവൻ സംശയത്തോടെ അവനരികിൽ നിൽക്കുന്ന ഫെലിക്സിനെ നോക്കി. അവനും അയാൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അവനെയും അന്നയെയും പറ്റിയുള്ള ചില ചുരുളഴിയാത്ത രഹസ്യങ്ങൾ അയാളിൽ മറഞ്ഞു കിടക്കുന്നു എന്ന സത്യം അവന് ബോധ്യമായി. നീയും അന്നയും തമ്മിൽ എന്താണ് ബന്ധം? തളം കെട്ടി നിന്ന മൂകതയെ ഭേദിച്ചുകൊണ്ട് ലോകേഷ് സംശയത്തോടെ ഫെലിക്സിനോട് ചോദിച്ചു. പെട്ടെന്നുള്ള ആ ചോദ്യം ഫെലിക്സിൽ ഭാവമാറ്റമുണ്ടാക്കി. ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ ലോകേഷിന് നേരെ തിരിഞ്ഞു. ഒരു കാലത്തെൻ്റെ എല്ലാമായിരുന്നു അവൾ. പിന്നീട് അവൾ എന്നെ ചതിച്ചു, തകർത്തോന്ന് പറയാം. ഇപ്പോൾ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന പകയാണവൾ. ഈ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തപ്പോൾ പണത്തിനും കാമത്തിനും വേണ്ടി എന്നെ ഈ ലോകത്തിന് മുന്നിൽ പൊട്ടനാക്കിയവൾ. അതാണ് അന്ന. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അവൻ്റെ നീലക്കണ്ണുകൾ കോപത്താൽ രക്തവർണം ചൊരിഞ്ഞു. തുടർന്ന് ഫെലിക്സിൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപേറ്റ മുറിവുകളുടെ കണക്കുകളെല്ലാം
അവൻ ലോകേഷിന് മുന്നിൽ തുറന്നു പറഞ്ഞു. അവസാനം ചതിയിലൂടെ തോൽപ്പിച്ചു കളഞ്ഞ അന്നയെ ക്രൂരമായി വേട്ടയാടി പിച്ചി ചീന്തിയ കഥകളും. അത് കേൾക്കെ ഒരു നടുക്കത്തോടെ ലോകേഷ് പിന്നിലേക്ക് മാറി. ഫെലിക്സ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കെ ലോകേഷിന് അവനെ കുത്തിക്കീറാനുള്ള ആവേശം തോന്നി. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അവള് ചെയ്തതിൻ്റെ ശരികളോ തെറ്റുകളോ അറിയാൻ ശ്രമിക്കാതെ ഒരു പെണ്ണിന് കൊടുക്കാവുന്ന മരണതുല്യമായ ശിക്ഷ നീ അവൾക്ക് കൊടുത്തു. ഒരു വേള പൂർത്തിയാക്കാൻ സാധിക്കാതെ എൻ്റെ അച്ഛൻ മരണമൊഴി പോലെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ പാപങ്ങൾക്കൊക്കെ നീ കണക്ക് പറയേണ്ടി വരും ഫെലിക്സേ. ഇത്രയും സഹിച്ച് ജീവിച്ച അവൾ ഇന്നും നിന്നെ കുത്തിമലർത്താത്തത് അവളുടെ നന്മ. നീ പകയോടെ വേദനിപ്പിച്ചതും പിച്ചി ചീന്തിയതും അവളുടെ ശരീരത്തെ അല്ല, അവളുടെ മനസ്സിനെയാണ് ഫെലിക്സേ. നീ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവളുടെ കണ്ണിലെ ദുഃഖഭാവം എനിക്ക് തോന്നിയിട്ടുണ്ട്. നിഗൂഢമായ ചില വേദനകൾ അവളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലം ചിലപ്പോൾ അവൾക്ക് അനുകൂലമായി സത്യങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ നിന്റെ മരണം കൊണ്ടുപോലും നിനക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല ഫെലിക്സേ. മൂർച്ചയോടെ ലോകേഷ് തൊടുത്തുവിട്ട ആ വാക്കുകൾ കേൾക്കെ ഫെലിക്സ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. മറു ചോദ്യത്തിന് കാത്തു നിൽക്കാതെ ലോകേഷ് ദേഷ്യത്തോടെ അവൻ അരികിൽ നിന്നും പുറത്തേക്ക് നടന്നു. മരണമൊഴി പോലെ ദേവനാരായണൻ പറഞ്ഞ വാക്കുകൾ അപ്പോഴും ഫെലിക്സിന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കൂടെ ലോകേഷ് പറഞ്ഞ കാര്യങ്ങളും അവനെ തെല്ലുന്നുലച്ചു. അവയെല്ലാം തന്നെ അവനിലെ ആശങ്കകളെ വർദ്ധിപ്പിക്കുകയായിരുന്നു. തന്നിൽ മാത്രം ഒതുങ്ങി നിന്ന അന്നയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ദേവനാരായണൻ അറിയണമെങ്കിൽ അത് ജോർജിൽ നിന്നുമാകാമെന്ന സത്യം ഫെലിക്സ് ഊഹിച്ചെടുത്തു. പക്ഷെ അന്ന നിരപരാധിയാണെന്ന് പറഞ്ഞതിൽ നിലനിന്ന പരമാർത്ഥം ഇനിയും പുകമറ പോലെ അവനിൽ നിലനിൽക്കുകയായിരുന്നു. ബോധം മറഞ്ഞ് അനക്കമറ്റ് കിടക്കുന്ന ദേവനാരായണനിൽ നിന്ന് ഒന്നും അറിയാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. കൺമുന്നിൽ കണ്ടതും കേട്ടതുമായ സത്യങ്ങൾ മാത്രമായിരുന്നു ഫെലിക്സ് ഇതുവരെയും അന്നയെപ്പറ്റി വിശ്വസിച്ചിരുന്നത്. ഒരിക്കൽ പോലും അവളുടെ മനസ്സറിയാൻ താൻ ശ്രമിച്ചിരുന്നില്ല എന്ന കാര്യം പതിയെ പതിയെ അവൻ മനസ്സിലാക്കി തുടങ്ങി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.